ഗുരുവായൂരിലെ ബ്ലേഡ് മാഫിയ സംഘങ്ങൾക്കെതിരെ പോലീസ് ശക്തമായ നിയമ നടപടികൾ എടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി ബി.ജെ.പി. ഇരിങ്ങപ്പുറത്തെ വീട്ടമ്മ ജുമൈല ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ കാരണക്കാരായ പലിശക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ബി.ജെ.പി. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്. പ്രതിക്ക് ഭരണകക്ഷിയുടെ പിന്തുണ ലഭിക്കുന്നതുകൊണ്ടാണ് പോലീസ് നടപടിയെടുക്കാത്തതെന്നും അനിൽ കുറ്റപ്പെടുത്തി. പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ ബി.ജെ.പി. സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഗുരുവായൂരില് മുസ്തഫയുടെ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് മുസ്തഫ ആത്മഹത്യ ചെയ്തിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. വളരെ വേദനയോടെ പറയട്ടെ, ഗുരുവായൂരില് വീണ്ടും പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശിയായിട്ടുള്ള ജുമൈലയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. തീ കൊളുത്തിയിട്ടാണ് ആ വീട്ടമ്മ ആത്മഹത്യ ചെയ്തത്. പലിശക്കാരുടെ നിരന്തരം ഭീഷണി, അവർക്ക് സത്യത്തില് ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള അവരുടെ ഭീഷണിയെ തുടർന്നാണ് ഈ വീട്ടമ്മ ആത്മഹത്യ ചെയ്തത്. ഇന്ന് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിക്കേണ്ടായി. കൃത്യമായിട്ട് ജുമൈലയുടെ മക്കളുമായിട്ട് സംസാരിച്ച് പറയാൻ സാധിച്ചത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ നിസ്സംഗതയാർന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ ഇപ്പോ 2-3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ആ ആത്മഹത്യാക്കുറിപ്പിൽ ഈ പ്രതി പേര് പറയുന്നുണ്ട്. അവരുടെ നിരന്തരം ഉള്ള ഭീഷണിയെ തുടർന്ന് അവർ അവരുടെ ആങ്ങളെയുമൊത്ത് വീട്ടിൽ വരുമെന്നും മക്കളെയും ജുമൈലയെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലെ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുള്ള അവർക്കെതിരെ ഈ നിമിഷം വരെ ആയിട്ടും പോലീസ് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കൃത്യമായിട്ട് ബ്ലേഡ് മാഫിയകളെ സംരക്ഷിക്കുന്ന ഈ സമീപനം പോലീസ് കൈവെടിയണം. ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഉന്നതതല പാർട്ടിയുടെ ആളുകൾ, കൃത്യമായി പറഞ്ഞാൽ CPM-ന്റെ ആളുകൾ ഈ പ്രതിയെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തില് പോലീസ് കൃത്യമായിട്ട് ഇടപെടൽ നടത്തി കൃത്യമായി അന്വേഷിച്ച് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വരും.